നമ്മുടെ പ്രൊഡ്യൂസർ ആവശ്യപ്പെട്ടത് പുതിയ നമ്പർ ഇറക്കാനാണ്. അപ്പൊ ഞങ്ങൾ ആലോചിച്ചു എന്തുകൊണ്ട് നമ്പറുകളെ കുറിച്ച് സംസാരിച്ചുകൂടാ, അതായത് അക്കങ്ങളെ കുറിച്ച് സംസാരിച്ചുകൂടാ. അപ്പൊ ഞങ്ങളുടെ സ്റ്റാൻഡപ്പ് അക്കങ്ങളെ കുറിച്ചാണ്. ഒരു മിനിറ്റ്, എനിക്ക് ഈ നമ്പർ എന്ന് പറഞ്ഞപ്പോ ഒരു കാര്യം പറയാനുണ്ട്. ഇന്ന് രാവിലെ ഞാൻ അങ്ങനെ മേക്കപ്പ് ഇട്ടോണ്ടിരിക്കുമ്പോഴേ കൊച്ചകിൽ വന്നിട്ട് എന്റെ ഫോൺ നമ്പർ ചോദിച്ചു. ഏത് ഈ കുട്ടിയെങ്കിലാ? നിന്റെ നമ്പർ 10 വർഷം മുമ്പ് അവന്റെ കയ്യിലുണ്ടെന്ന് എനിക്കറിയാം. അതെന്റെ പഴയ നമ്പർ, ഇത് പുതിയത്. നമ്പറുകളുടെ രാജകുമാരനാണ് നമ്മുടെ ബിനു അടിമാലി. അദ്ദേഹത്തിന്റെ ഷർട്ട് കണ്ട അതിൽ തന്നെയാണ് നമ്പറുകൾ. അങ്ങനെയാണ് നമുക്ക് ഒന്നിനങ്ങ് തുടങ്ങിയാലോ? 0 വേണ്ടേ? 0 വിലയില്ലല്ലോ. അങ്ങനെ പറയരുത്. 0 കണ്ടുപിടിച്ചതേ ഇന്ത്യയാണ്. നമ്മളൊരു വേദിയിൽ വന്ന് നിൽക്കുകയാണെങ്കിൽ ഒരുപാട് ജനങ്ങൾ ഉണ്ടാവും. നമ്മൾ അവരെങ്ങനെയാണ് അഭിസംബോധന ചെയ്യുന്നത്? സംപൂജ്യ മഹാഗുരു ജനങ്ങളെന്ന്. അപ്പൊ അതിൽ തന്നെ ഒരു 0 ഇല്ലേ? ഈ 0ത്തിന്റെ കഥ പറഞ്ഞപ്പോഴാ ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എനിക്ക് കിട്ടിയ മാർക്കുകൾ കൂടുതലും 0 പബ്ലിക്കായിട്ട് വിളിച്ച് പറയേണ്ട ആവശ്യമുണ്ടോ? എന്തിനു പേടിക്കണം? വട്ടപൂജ്യം കിട്ടിയ പരിപാടി വലിച്ചേട്ടൻ നെഞ്ചു പിടിച്ച് അവിടെ ഇരിക്കല്ലേ. പറഞ്ഞു കൊടുക്കണം, അങ്ങനെ പറഞ്ഞു കൊടുക്കുക. എന്നാ പിന്നെ നമുക്ക് ഒന്നിന്ന് തുടങ്ങാം. ഇത്രയും ഒപ്പിച്ച പാടറിയാം, ഇനി ഒന്നും തുടങ്ങണോ? അതല്ല, ഒന്നാമത്തെ നമ്പറിൽ നിന്ന് തുടങ്ങാന്ന്. ഇത് പറഞ്ഞപ്പോഴാ വീട്ടിൽ ഇരിക്കുന്ന നമ്മുടെ ഭാര്യമാർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സംഖ്യ എന്ന് പറയുന്നത് 1 ആണ്. മനസ്സിലായില്ല. ഒന്നിങ്ങോട്ട് വന്നേ, ഒന്നിങ്ങോട്ട് നോക്കിയേ, ഒന്ന് മിണ്ടാതിരിക്കാമോ? ഒന്ന് ഇറങ്ങി പോകാമോ? ഒന്നും സംസാരിക്കല്ലേ. ഒന്നിനും കൊള്ളത്തില്ല. അങ്ങനെ ഭാര്യമാരെ മാത്രം കുറ്റം പറയല്ലേ. കുടുംബത്തെ എന്ത് വഴക്കുണ്ടായാലും ഭാര്യമാരിങ്ങനെ കൂട്ടുകാരികളുടെ കൂടെ പോകുമ്പോ എന്താ പറയുന്നതെന്ന് അറിയോ? ഞാനും എന്റെ ഭർത്താവും ഒറ്റ കെട്ടാന്നാ. അത് നിങ്ങൾ മറക്കല്ലേ.